റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഒരു വലിയ കാര്യമേ അല്ല. കാരണം ഇതിനകം തന്നെ ഉക്രൈനെതിരെ റഷ്യയും റഷ്യക്കെതിരെ ഉക്രൈനും അവരുടെ സൈന്യത്തിൽ പുതിയ തന്ത്രങ്ങൾ കൊണ്ടുവരികയും ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം ഇവയിൽ നിന്നെല്ലാം ഒരു പടി മുകളിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ചില മാസങ്ങൾക്ക് മുൻപ് ഉക്രൈൻ അവരുടെ ഒരു നാവൽ ഡ്രോൺസ് വഴി മകുരാതരം ഡ്രോൺസിൽ നിന്നും അയച്ച മിസൈലിലൂടെ റഷ്യയുടെ അറ്റാക്ക് ഹെലികോപ്റ്ററിനെ വീഴ്ത്തിയിരുന്നു. എന്നാൽ ഇത്തവണ R-73 മിസൈലിനെ ഇതേ ഡ്രോണിൽ നിന്നും അയക്കുകയും റഷ്യയുടെ ഒരു Su-30 വിമാനത്തെ വീഴ്ത്തിയിട്ടുണ്ട്. ഇത് വളരെയധികം വലിയൊരു കാര്യമാണ്. മാത്രമല്ല കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ മാത്രം റഷ്യയ്ക്ക് ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ലോസ്, Su-30യുടെ ലോസ്, ഇങ്ങനെ കാര്യമായ നാശനഷ്ടം അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇവയെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഈ ഒരു സംഭവം മെയ് മാസം 1-ാം തീയതി അർദ്ധരാത്രി നടന്നതായി പറയുന്നു. ഉക്രൈനിലെ ചില പ്രധാനപ്പെട്ട ടെലഗ്രാം ചാനൽസും ഉക്രൈന്റെ എയർഫോഴ്സും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോയിൽ അവർ പറഞ്ഞിരുന്നത് ഒരു വിമാനം, ഏത് തരം വിമാനമാണ് അതെന്ന് ആ ഒരു വീഡിയോയ്ക്ക് ശേഷമാണ് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞത്. ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധവിമാനത്തെ ഹീറ്റ് സീക്കിംഗ് മിസൈൽസ് പിന്തുടർന്ന് പോവുകയും അതിനെ തൊട്ടടുത്ത് വെച്ച് തന്നെ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. പിന്നീട് ഒരല്പസമയം കഴിഞ്ഞ് ആ ഫൈറ്റർ ജെറ്റും പൊട്ടിത്തെറിക്കുന്നു. ഇതിനുശേഷം ആ ടാഗ് ലൈനിൽ അവർ കൊടുത്തിരുന്നത് റഷ്യയുടെ Su-30 വിമാനത്തെ ഞങ്ങളുടെ നാവൽ ഡ്രോൺസ് വെടിവെച്ച് വീഴ്ത്തിയെന്ന്. ഇത് ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരിക്കൽ അത് ഈ ഒരു മെത്തേഡിൽ ഞങ്ങൾ ചെയ്തുവെന്ന് അവരൊരു ക്ലെയിം നടത്തി. ഇതൊരു ക്ലെയിം മാത്രമല്ല, റഷ്യയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനൽസും ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. വീണ്ടും ഈ 2 വശത്തുമുള്ള ഹയർ ലെവൽ അധികാരികൾ മാത്രമാണ് ഇത് കൺഫേം ചെയ്യാൻ ബാക്കിയുള്ളത്. അപ്പോൾ ഈ സംഭവം നടന്നു എന്നുള്ളത് ഉറപ്പാണ്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു മിസൈൽ R-73 വെമ്പൽ, ഇത് സോവിയറ്റ് കാലഘട്ടം മുതലേ റഷ്യയുടെ സൈന്യത്തിലുള്ള ഒരു ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈലാണ്. ഈ R-73യെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രധാനപ്പെട്ട ശക്തി ഇതൊരു ഹീറ്റ് സീക്കിംഗ് മിസൈലാണ്. അതിലുള്ള ആ ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ഉപയോഗിച്ച് ഒരു 40 കിലോമീറ്റർ ദൂരത്തിനപ്പുറമുള്ള ടാർഗറ്റിനെ പോലും, ഇതിനെ ഡോഗ് ഫൈറ്റ് റേഞ്ച് എന്നാണ് പറയുന്നത്, ആ ദൂരത്തിലുള്ള ശത്രുക്കളുടെ വിമാനത്തെ പോലും വെടിവെച്ച് വീഴ്ത്തുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ജോലി. ഈ മിസൈൽ എങ്ങനെ വർക്കാകുന്നു എന്നുള്ളതും നമ്മൾ അറിയണം. ഇതിലെ ഹീറ്റ് സീക്കിംഗ് കപ്പാസിറ്റി അത് ഇൻഫ്രാറെഡ് സെൻസർ വഴിയാണ് വരുന്നത്. ഇങ്ങനെ ഏരിയൽ ബാറ്റിലിൽ ഈ മിസൈലിനെ ലോഞ്ച് ചെയ്യുമ്പോൾ റഡാറിന്റെ സഹായം ഇതിന് ആവശ്യം വരില്ല. കാരണം ഈ ഒരു മിസൈൽ ഇതിനകം അതിൽ ഇൻപുട്ട് ചെയ്ത ടാർഗറ്റിനെ നോക്കി ആദ്യമായി ഒരു പുഷ് ചെയ്യപ്പെടും. ഇങ്ങനെ പുഷ് ചെയ്തതിനു ശേഷം ആ എഞ്ചിന്റെ എക്സോസ്റ്റ് ആ യുദ്ധവിമാനത്തിൽ നിന്നും വരുന്ന താപത്തെ പിന്തുടർന്നുകൊണ്ട് ഈ മിസൈൽ പോകും. R-73 മിസൈലിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്ന് അതിന്റെ ഹൈ ഓഫ് ബോർസെറ്റ് ട്രാക്കിംഗ് കഴിവാണ്. സാധാരണ മിസൈലുകൾക്ക് നേരെ മുന്നിലായി വരുന്ന ലക്ഷ്യങ്ങളെ മാത്രമേ ലക്ഷ്യമാക്കാനാകൂ. എന്നാൽ R-73 ഇതിനേക്കാൾ വിപരീതമായി 60 ഡിഗ്രി മുതൽ 75 ഡിഗ്രി വരെയും, അതായത് വിമാനത്തിന്റെ ഈ അച്ചുതണ്ടിൽ നിന്നും വെട്ടിച്ചുള്ള ലക്ഷ്യങ്ങൾ പോലും ട്രാക്ക് ചെയ്യാൻ കഴിവുള്ളതാണ്. ഇത് പൈലറ്റിന്റെ ഹെൽമെറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഹെൽമെറ്റ് മൗണ്ടഡ് സൈറ്റ് HMS ഈ ഒരു സംവിധാനം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. വ്യക്തമായി പറഞ്ഞാൽ പൈലറ്റ് തന്റെ കണ്ണുകൊണ്ട് മാത്രം ലക്ഷ്യം കണ്ടാൽ മതി, മിസൈൽ ആ ദിശയിലേക്ക് തിരിഞ്ഞ് അവിടെയുള്ള ആ ഉപരിതല താപം തിരിച്ചറിഞ്ഞ് ലക്ഷ്യത്തെ പിടിച്ചെടുക്കും. R-73 സാധാരണയായി ലോക്ക് ഓൺ ബിഫോർ ലോഞ്ച് രീതിയിൽ പ്രവർത്തിക്കും. അതായത് ഈ മിസൈൽ വെടിവെക്കുന്നതിന് മുൻപ് തന്നെ ശത്രുവിന്റെ വിമാനത്തെ ലോക്ക് ചെയ്ത് ട്രാക്ക് ചെയ്യും. എന്നാൽ ഈ പുതിയ വേരിയൻസിൽ പ്രധാനമായും R-73 M1 ഇവയിൽ ലോക്ക് ഓൺ ആഫ്റ്റർ ലോഞ്ച് ആണ്. ഇതുവഴി മിസൈൽ ആദ്യം ലക്ഷ്യം കണ്ടില്ലെങ്കിലും പുറത്ത് വിട്ട ശേഷം അത് ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞ് അതിനെ പിന്തുടർന്ന് പോകും. ശത്രുവിന്റെ പ്രതിരോധം പോലുള്ള ഈ ഫ്ലയറുകളും ഇലക്ട്രോണിക് ജാമുകളെയും മറികടക്കാനുള്ള ഒരു കഴിവ് R-73 മിസൈലിന്റെ ഒരു പുതുമയാണ്. ഇൻഫ്രാറെഡ് ഗൈഡഡ് മിസൈലുകൾക്ക് സാധാരണ ഫ്ലയറുകൾ വലിയൊരു വെല്ലുവിളിയാകാറുണ്ട്. പക്ഷേ R-73യുടെ പുതിയ വേരിയൻസിൽ ഈ പ്രതിരോധങ്ങൾക്കും പുറകിൽ ചെന്ന് ശരിയായ ലക്ഷ്യത്തെ തിരിച്ചറിയാനും ലക്ഷ്യമിടാനും കഴിവുള്ള സെൻസറുകളുണ്ട്. ഇതുവഴി അതിന്റെ വിജയശതമാനം നമുക്ക് കൂടുതൽ ഉറപ്പുവരുത്താൻ സാധിക്കും. R-73 മിസൈൽ വളരെ സൂക്ഷ്മമായി ലക്ഷ്യം കണ്ടെത്താനും ആ ദിശയിൽ തന്നെ തിരിഞ്ഞ് അതിനെ പിന്തുടരാനും കഴിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദൂരത്തിൽ നടക്കുന്ന വ്യോമയുദ്ധങ്ങളിൽ ഇത് വളരെ പ്രയോജനപ്പെടും. അപ്പോ ഹൈലി ക്യാപ്പബിൾ ഷോർട്ട് റേഞ്ച് ഇൻഫ്രാറെഡ് ഹോമിംഗ് ഡിവൈസ് ഉള്ള ഒരു മിസൈലാണ് ഇതെന്നും പറയാം. ഇത് 2 രാജ്യത്തിലെ സൈന്യത്തിലും ഇപ്പോഴത്തേക്ക് ആക്റ്റീവാണ്. ഉക്രൈൻ ഇപ്പോൾ ചെയ്തത് റഷ്യയുടെ വിമാനങ്ങൾക്ക് എതിരെ കഴിഞ്ഞ ഡിസംബർ മാസം ഇങ്ങനെ ഈ മകുരായിനം ഡ്രോൺ അവരുടെ ഈ നാവൽ ഡ്രോണിൽ നിന്നും R-73 മിസൈൽ വിക്ഷേപിച്ചു. അപ്പോൾ ആ ഒരു ഹെലികോപ്റ്ററിനെ വെടിവെച്ച് വീഴ്ത്തിയത് വലിയ കാര്യമായി ചിലരൊക്കെ കണ്ടു. കാരണം
ആ ഒരു കാറ്റഗറിയിൽ അതായിരുന്നു ഒരു ഫസ്റ്റ് കിൽ. പക്ഷേ അപ്പോഴും ചിലർ പറഞ്ഞ ഒരു കാര്യം, ഹെലികോപ്റ്ററിനെ മാനുവർ ചെയ്യാൻ സാധിക്കില്ല, ഹെലികോപ്റ്ററിന് ഇവേസീവ് മാനുവർ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഉള്ളപ്പോൾ ഇതിനെ വെടിവെച്ച് വീഴ്ത്തിയതൊന്നും വലിയ കാര്യമേ അല്ല എന്ന്. അത് തന്നെ നമ്മളും പറഞ്ഞിരുന്നു. ഒരു ഹെലികോപ്റ്ററിനെ ഒരു സർഫേസ് ടു എയർ മിസൈൽ ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തുന്നത് ഒരു വലിയ കാര്യമല്ല എന്നൊക്കെ. എന്നാൽ ഡ്രോണിൽ നിന്നാണ് ഈ മിസൈൽ അയച്ചത് എന്നറിഞ്ഞപ്പോൾ അതൊരു ഇന്നോവേഷനായി മാറി. ഇപ്പൊ അതിനെല്ലാം മറുപടി നൽകുന്ന രീതിയിലാണ് അവയ്ക്കെല്ലാം മറുപടി നൽകുന്ന രീതിയിലാണ് ഉക്രൈൻ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യവും ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ Su-30 ഇതിനെങ്ങനെയാണ് ശ്രദ്ധിക്കാതെ വിട്ടത്? കാരണം അകത്തേക്ക് ഒരു മിസൈൽ വരുന്നുവെന്നുണ്ടെങ്കിൽ മിസൈൽ വാർണിംഗ് സിസ്റ്റം അലേർട്ട് ആകും. അപ്പോൾ അത് പരാജയപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള ലൂപ്പ് ഹോൾസ് ഉക്രൈൻ പെർഫെക്റ്റ് ആയി ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം Su-30യുടെ N001 റഡാർ 400 കിലോമീറ്ററിലധികം ദൂരപരിധി ഉണ്ടെങ്കിലും അതിനെ കൊണ്ട് വൺ സൈഡിൽ മാത്രമേ കാണാൻ കഴിയൂ. അതായത് ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ലൈൻ ഓഫ് സൈറ്റിൽ നിന്നും താഴേക്കും ആ ലൈൻ ഓഫ് സൈറ്റ് ആംഗിൾ, ഇങ്ങനെ അതിനെ കൊണ്ട് ആ പറന്നുകൊണ്ടിരിക്കുന്ന ഡയറക്ഷനിലും അതിന്റെ ചെറിയ ഡൗൺവേർഡ്സിലും മാത്രമേ ടാർഗറ്റിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കൂ. ഉക്രൈന്റെ വ്യോമസേനയിലെ റഡാർ കണ്ണുകളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ Su-30 വിമാനം തറനിരപ്പിൽ നിന്നും ഒരൽപ്പം ഉയരത്തിൽ പറക്കണം. അങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ താഴെയുള്ള എല്ലാ പ്രദേശവും ഒരു ബ്ലൈൻഡ് സ്പോട്ടായി മാറും. അപ്പോൾ യാതൊരു ത്രെട്ടും അവിടെ ഉണ്ടാവുകയില്ല. സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം അവിടെ ഉണ്ടാകില്ല എന്ന വിശ്വാസത്തിൽ ആ പൈലറ്റ് വിമാനം പറത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരു ഡ്രോൺ അതിന്റെ ഇൻപുട്ട് വാങ്ങുന്നു. കാരണം മഗുറായിനം ഡ്രോൺസിൽ നിന്നും ഈ ഒരു മിസൈൽ ലോഞ്ച് ചെയ്യണമെങ്കിൽ വളരെ ലിമിറ്റഡ് ഇലക്ട്രോണിക് യൂണിറ്റ്സ് മാത്രമേ അതിൽ കാണുകയുള്ളൂ. അതിന്റെ ബാറ്ററി പവർ അതിൽ സാധ്യമായ ടാർഗറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് മാത്രമേ ഫയർ ചെയ്യാൻ സാധിക്കൂ. ഇതിലുള്ള ഇൻഫ്രാറെഡ് ഹോമിംഗ് ഡിവൈസ് ആണ്. അതായത് എഞ്ചിനിൽ നിന്നും വരുന്ന ആ ഒരു താപത്തെ ടാർഗറ്റ് നൽകുന്നതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഈ ഡ്രോണിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അതിലുള്ള ഓൺബോർഡ് ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസേഴ്സ് ഉപയോഗിച്ച് ആ ഡ്രോൺ ഈ മിസൈലിന് ഡേറ്റ ഫീഡ് ചെയ്യും. ഇത് ആദ്യത്തെ പ്രൈമറി ഡേറ്റയാണ്. അങ്ങനെ മിസൈൽ ലോഞ്ച് ആയതിനു ശേഷം ഇതിന്റെ IR സീക്കർ ആക്ടിവേറ്റ് ആവുകയും ആ മിസൈലിനെ ടാർഗറ്റ് പാത്തിലേക്ക് കൊണ്ടുവരികയും ബാക്കിയുള്ള ജോലികളെല്ലാം ചെയ്യും. അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു പൈലറ്റ് പറന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഓൺബോർഡ് സിസ്റ്റത്തിലുള്ള ഈ ഒരു IR സെൻസേഴ്സിൽ നിന്നും ഇലക്ട്രോ ഓപ്റ്റിക് ഇൻഫ്രാറെഡ് ഹോമിംഗ് അലേർട്ട് സിസ്റ്റത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു മുന്നറിയിപ്പ് ലഭിക്കും. ഈ വിമാനത്തിന്റെ സൈഡ് വേർഡ്സിലും എന്നാൽ ഇങ്ങനെ ഒരു അലേർട്ട് വരുന്നത് ആ മിസൈൽ ഈ ഒരു വിമാനത്തിൽ നിന്നും ചില കിലോമീറ്റർ ദൂരത്തിൽ വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു അലേർട്ട് അതിന് ലഭിക്കുന്നത്. കാരണം ഇത് താഴെ നിന്ന് പെട്ടെന്ന് വന്ന് വിമാനത്തിന്റെ പുറകിൽ ലക്ഷ്യം വെക്കുന്നത് കൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ഈ പൈലറ്റിനെ കൊണ്ട് അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ വിമാനത്തിന്റെ എഞ്ചിനിൽ ചെന്ന് അത് അറ്റാക്ക് ചെയ്യും. എഞ്ചിനിൽ നിന്നും ചില അടി ദൂരത്തിൽ വെച്ച് ആ മിസൈൽ പൊട്ടിത്തെറിക്കും. എന്നിട്ട് അതിന്റെ ഷാർപ്നെസിന്റെ ഇമ്പാക്ട് ആ ബ്ലാസ്റ്റ് റേഡിയസിനുള്ളിൽ തന്നെ വിമാനം ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ ഒരു വലിയ ഫയർ തന്നെ സംഭവിച്ചു. അടുത്ത ചില മീറ്ററിൽ തന്നെ ആ ഒരു വിമാനവും പൊട്ടിത്തെറിച്ചു. റഷ്യയുടെ ടെലഗ്രാം ചാനൽസിലെല്ലാം പറയുന്നത് ആ വിമാനത്തിലുള്ള 2 പൈലറ്റിനെയും റഷ്യയുടെ പാട്രോൾ ബോട്ട് വഴി രക്ഷപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ മറ്റൊരു വശം പറയുന്നത് റഷ്യയുടെ കൊമേഴ്ഷ്യൽ ഷിപ്പ് വഴി രക്ഷപ്പെടുത്തി എന്നൊക്കെയാണ്. എന്തായാലും ഈ 2 പൈലറ്റിനെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഏത് രീതിയിൽ അവരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് അറിയാത്തത്. അപ്പോൾ ഉക്രൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം ഈ അടുത്തിടെ നടത്തിയത് എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. ഒരു 10-15 വർഷത്തിനുള്ളിൽ നടത്തിയ കാര്യങ്ങളിലെല്ലാം ഇതൊരു ബെസ്റ്റായി തന്നെ മാറിയിട്ടുണ്ട്. വളരെ ഇന്നോവേഷനായ കാര്യമായി മാറിയിട്ടുണ്ട്. റഷ്യക്ക് ഇത് കാരണം ഒരു 50 മില്യൺ മൂല്യമുള്ള വസ്തുവാണ് നഷ്ടമായിരിക്കുന്നത്. എന്നാൽ ആ ഡ്രോണിന്റെ കോസ്റ്റ് വെറും $2.5 ലക്ഷം മാത്രമാണ്. അപ്പോൾ ഈ ഡ്രോണിൽ നിന്നും 200 മടങ്ങ് മൂല്യമുള്ള ഒരു ടാർഗറ്റിനെ അത് വീഴ്ത്തിയിട്ടുണ്ട്. ഇത് റഷ്യയുടെ ഫോൾട്ട് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഉക്രൈന്റെ വിജയം എന്ന് പറയാം. ഇങ്ങനെ കൊണ്ടൊക്കെ ഇവർ പുതിയ രീതിയിൽ മിസൈൽ അയക്കുമെന്ന് ആരും തന്നെ ഊഹിച്ചിട്ടുണ്ടാകില്ല. ഇങ്ങനൊരു സംഭവം ഇപ്പോൾ നടന്നതുകൊണ്ട് തന്നെ ഇനി സമുദ്രനിരപ്പിൽ നിന്ന് ഒരല്പം മുകളിൽ പോലും റഷ്യയുടെ വിമാനങ്ങൾ കൊണ്ട് പറക്കാൻ കഴിയില്ല. ഒരു ലോ ആൾട്ടിറ്റ്യൂഡിൽ പറക്കാൻ അവർ ഒന്ന് ഭയപ്പെടും. അപ്പോൾ ഇത് ഉക്രൈന് ഒരു വലിയ വിജയമായി തന്നെ മാറിയിട്ടുണ്ട്. മാത്രവുമല്ല ഒരു ദിവസത്തിന് മുൻപ് റഷ്യയുടെ S-300 യൂണിറ്റിനെയും ഇതേ ക്രീമിയൻ കോസ്റ്റിൽ വെച്ച് അതിന്റെ റഡാർ സ്റ്റേഷൻസിനെ ഉക്രൈൻ നശിപ്പിച്ചു. ഇനി അടുത്ത് മെയ് മാസം 9-ാം തീയതി റഷ്യയിൽ വിക്ടറി പരേഡ് നടക്കാൻ പോവുകയാണ്. അതിനെതിരെയും ഒരു ത്രെഡ് സെലൻസ്കി നൽകിയിട്ടുണ്ട്. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവരെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം റഷ്യക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് റഷ്യയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നറിയില്ല. വിക്ടറി പരേഡിൽ ഉക്രൈൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്തതിൽ വെച്ച് വലിയൊരു തെറ്റായി തന്നെ അത് മാറും. കാരണം ചൈനയുടെ പ്രസിഡന്റ് അവിടെ വരികയാണ്, ലോകരാജ്യങ്ങളുടെ ഉന്നത നേതാക്കന്മാരെല്ലാം അവിടെ വരികയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് റഷ്യക്ക് അല്ലെങ്കിൽ പുടിന് വലിയൊരു അപമാനമായി മാറും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു സിവിയർ റെസ്പോൺസ് തന്നെ അവിടെ ഉണ്ടാകും. എന്നാൽ അങ്ങനെ സംഭവിച്ചാലും അവിടെ ഉക്രൈൻ പറയുന്നത് നോക്കുക, റഷ്യ അഗ്രഷൻ കാണിക്കുന്നു എന്ന്. അപ്പോൾ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നത്ര പെട്ടെന്ന് ഒരു ഭാഗത്ത് മിനറൽ ഡീൽ അവർ അവസാനിപ്പിച്ചു.
അതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കുകയാണെങ്കിൽ ഉക്രൈൻകാർക്ക് നല്ല കാര്യമായി മാറും. അതല്ല ഇനിയും സ്റ്റേറ്റസ് കാണിക്കണം എന്ന് കരുതി ഇങ്ങനെയുള്ള ഈഗോ ക്ലാഷ് ഒക്കെ നടത്തുകയാണെങ്കിൽ അത് സെലൻസ്കിയുടെ ഭരണത്തിനും ആ ഉക്രൈനിലെ ജനങ്ങൾക്കും വലിയൊരു തിരിച്ചടിയായി തന്നെ മാറും. പകരം ഇവരിങ്ങനെയുള്ള ടെക് ഇന്നോവേഷൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്താൽ റഷ്യ ഇവരെ തൊടാനൊരൽപ്പം ഭയപ്പെടും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അവരവിടെ ഈഗോ ക്ലാഷ് ആണ് ചെയ്യുന്നത്. ഈഗോ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപാട് ബാറ്റിൽ നടക്കുമ്പോൾ ഉക്രൈൻ അത് വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകും. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.